കേരളത്തിൽ നിന്ന് മണാലി പോയിട്ട് മണാലിയിൽ 3 ദിവസം അടിച്ചു പൊളിച്ചിട്ട് നമ്മൾ തിരിച്ച് കേരളത്തിലേക്ക് എത്തുമ്പോൾ ഒരു സാധാരണ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് പോകുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മിനിമം എത്ര രൂപ ചിലവാകും എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ? ഇല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടേ. ഫബീറാണ്, വെൽക്കം ബാക്ക് എഫ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നിങ്ങളൊരു മണാലി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് മണാലി പോയിട്ട് തിരിച്ച് നിങ്ങൾ കേരളത്തിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് എത്ര ബഡ്ജറ്റ് നിങ്ങൾ കയ്യിൽ കരുതണം എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ബ്രീഫ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് പേർക്കുള്ള ഒരു ആഗ്രഹമാണ് മഞ്ഞായി കഴിഞ്ഞാൽ മണാലി പോയിട്ട് മഞ്ഞ് കാണണം എന്നുള്ളത് കേട്ടോ. ഈ ഒരു ബഡ്ജറ്റ് നിങ്ങൾക്കായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, നമ്മൾ മണാലിയിൽ സീസൺ അല്ലാത്ത സമയത്ത് നിങ്ങൾ മണാലി പോകുന്നതാണെങ്കിൽ, അങ്ങനെയെങ്കിൽ മണാലി സീസൺ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 20-നും അതുപോലെ ജനുവരി 5-നും ഇടയിലുള്ള ഒരു ടൈം, അതുപോലെ തന്നെ നമ്മളൊരു ഏപ്രിൽ 10 മുതൽ ഒരു ജൂൺ 30 വരെയുള്ള ഒരു പീരീഡ് ഉണ്ടല്ലോ. ഈ ഒരു സമയത്ത് മണാലിയിൽ സീസൺ എന്ന് പറയുന്നത് സ്കൂളിൽ കുട്ടികൾക്കൊക്കെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേര് മണാലി വരുന്നതുകൊണ്ട് ആ സമയത്ത് ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നതുകൊണ്ട് നമ്മൾ പണ്ട് സ്കൂളൊക്കെ പഠിച്ചതുപോലെ ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടുന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പാക്കേജിനായാലും അതുപോലെ നമ്മളവിടെ ഒരു റൂംസ് എടുക്കുകയാണെങ്കിലൊക്കെ കോസ്റ്റ് നേരെ ഡബിൾ ആയിരിക്കും. ആ ഒരു സമയത്തല്ലാത്ത സമയത്ത് നിങ്ങൾ മണാലി പോകുമ്പോൾ നിങ്ങൾക്ക് മിനിമം എത്ര രൂപ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു കറക്റ്റ് ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ 3 ഘട്ടങ്ങളായിട്ടാണ് ഈ ഒരു കോസ്റ്റ് നിങ്ങൾക്കായിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് തരാൻ പോകുന്നത്. അതിൽ തന്നെ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കുറക്കാൻ പറ്റാത്ത കോസ്റ്റ്. പിന്നെ വാരിയബിൾ കോസ്റ്റ് ഉണ്ട്. വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും ചിലപ്പോൾ നമുക്ക് കുറച്ച് ക്യാഷ് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് മലേഷ്യയിൽ പോകണമെന്നുണ്ടെങ്കിൽ 12,000 രൂപയ്ക്ക് സ്റ്റാർട്ടിങ്ങിൽ പാക്കേജ് അവൈലബിൾ ഉണ്ട് കേട്ടോ. ആ പാക്കേജിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റിൽ വരുന്ന വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ നിന്ന് ഡൽഹി വരെയുള്ള ഒരു ട്രാവലിംഗ് കോസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ സ്ലീപ്പർ ക്ലാസ്സിലൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 950 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ നിന്ന് ഡൽഹി വരെ എത്താൻ പറ്റും. 2 ദിവസം ട്രാവലിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ ട്രാവലിംഗിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 100 രൂപ വെച്ചിട്ടും ഉച്ചക്കത്തെ ലഞ്ചിന് നമ്മളൊരു 150, രാത്രിക്കത്തെ ഡിന്നറിന് നമ്മൾ 150 വെച്ചിട്ട് ഒരു ദിവസത്തെ നമ്മുടെ ഫുഡിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 400 രൂപയാണ്. അങ്ങനെ 2 ദിവസമാണ് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്നത് 800 രൂപയാണ് ഫുഡിൻ്റെ കോസ്റ്റ് ആയിട്ട് വരുന്നത്. അതുകൂടാണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് മണാലിയിലേക്ക് വോൾവോ ബസ് കിട്ടുന്ന ബസ് സ്റ്റാൻഡിലേക്ക് നമുക്ക് ട്രാവലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 200 രൂപയുടെ ഒരു ഓട്ടോ ചാർജും നമുക്ക് വേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു 200 രൂപയുടെ ചാർജ് നമ്മൾ 2 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കോസ്റ്റ് ഇവിടെ കട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിത് ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് ഞാനിത് ഫിക്സ്ഡ് കോസ്റ്റിലാണ് വിടുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ട് ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് പോകുന്ന ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത് 1950 രൂപയാണ് കേട്ടോ. നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3900 രൂപയാണ് നമുക്ക് കേരളത്തിൽ നിന്ന് ഡൽഹി വരെ എത്താൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാശ്മീരിലൊക്കെ പോകണമെന്ന് പ്ലാനായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ, ബാച്ചിലേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4000 മുതൽ, ഇനി കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ 10,500 രൂപയൊക്കെ സ്റ്റാർട്ടിംഗ് പാക്കേജസ് അവൈലബിൾ കേട്ടോ. ആ പാക്കേജിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റ് വരുന്ന വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡൽഹിയിൽ നമ്മൾ എത്തി. ഇനി ഡൽഹിയിൽ നിന്ന് നമ്മൾ മണാലിയിലേക്ക് പോയിട്ട് മണാലിയിൽ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് എത്താൻ വേണ്ടി വരുന്ന കോസ്റ്റാണ്. ഇവിടെയാണ് നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും വരുന്നത്. അതായത് ആളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് കുറക്കാൻ പറ്റിയ കോസ്റ്റ് ഉണ്ട്, അത് വാരിയബിൾ കോസ്റ്റ് ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് കുറക്കാൻ പറ്റാത്ത ഒരു കോസ്റ്റ് ആണ് കേട്ടോ. ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് നമുക്ക് വോൾവോ ബസ്സിന് ഒരാൾക്ക് നമ്മൾ അപ്രോക്സിമേറ്റ് 1000 മുതൽ 2000 വരെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ സീസൺ ആണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സീസൺ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൺ സൈഡ് തന്നെ നമുക്ക് 2000 രൂപ ടിക്കറ്റ് ചാർജ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ മിഡിലായിട്ട് 1500 രൂപയാണ് വൺ സൈഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നമുക്ക് 3000 രൂപയാണ് ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്കും മണാലിയിൽ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വോൾവോ ബസ്സിന്റെ ടിക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇത് കൂടാണ്ട് നമുക്ക് വരുന്നത് 3 ദിവസമാണ് നമ്മൾ മണാലിയിൽ ഉണ്ടാവുന്നത്. അടുത്തൊരു ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നത് നമ്മുടെ ഫുഡിന്റെ എക്സ്പെൻസ് ആണ് കേട്ടോ. നമ്മൾ 3 പകലാണ് നമ്മൾ മണാലിയിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 ദിവസത്തെ ഫുഡിന്റെ കാൽക്കുലേഷൻ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് 100 രൂപ വെച്ചിട്ടും ഉച്ചക്കത്തെ ലഞ്ചിന് 200 വെച്ചിട്ടും ഡിന്നറിന് നമ്മൾ 200 വെച്ചിട്ട് നമുക്ക് ഒരു ദിവസത്തെ നമ്മളെ കോസ്റ്റ് എന്ന് പറയുന്നത് ഫുഡിന് 500 രൂപയാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 3 ദിവസത്തിന് നമുക്ക് 1500 രൂപയാണ് വരുന്നത്. ഇത് കൂടാണ്ട് നമുക്കൊരു ഹിഡൻ ഫുഡിൻ്റെ ഒരു കോസ്റ്റ് വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് പോകുന്ന വോൾവോ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ രാത്രി കഴിക്കുന്ന ഒരു ഫുഡിനാണ്. അതിന് നമ്മളൊരു മിനിമം ഒരു 500 രൂപയെങ്കിലും നമ്മൾ കയ്യിൽ കരുതുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ നിന്ന് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം വാങ്ങിയിട്ട് നിങ്ങൾ കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രാത്രിക്കത്തെ ഫുഡ് നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ ഫുഡിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 2000 രൂപയാണ് കേട്ടോ. അതായത് മണാലിയിലുള്ള 3 ദിവസം നമ്മളെ ഫുഡിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 2000 രൂപ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ട് വരുന്നത് 5000 രൂപയാണ്. ഈ 5000 രൂപ നമുക്ക് ആളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് കുറക്കാൻ പറ്റില്ല. അത് ഞാൻ ഒന്നുകൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. മണാലിയിലേക്ക് വോൾവോ ബസ്സിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റിൽ വരുന്ന വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മൾ വാരിയബിൾ കോസ്റ്റ് ആണ് കേട്ടോ. ആളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ ഒരു കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. വാരിയബിൾ കോസ്റ്റിൽ ഫസ്റ്റ് വരുന്നത് നമ്മൾ മണാലിയിൽ വോൾവോ ബസ് സ്റ്റാൻഡിലും ബസ് ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ഹോട്ടലിലേക്ക് നമുക്ക് ഹോട്ടൽ എടുക്കണമല്ലോ, അവിടേക്ക് പോകേണ്ട ട്രാൻസ്പോർട്ടേഷനാണ്. അതിന് നിങ്ങളൊരു ടാക്സി ഒക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ 500 രൂപയൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ആൾ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു കോസ്റ്റാണ്.
ഇനി നിങ്ങളവിടെ പോയിട്ട് ഒരു ഹോട്ടലിൽ റൂം എടുക്കണമെന്നുണ്ടെങ്കിലോ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂമൊക്കെ നമുക്ക് ഫാമിലി ആണെങ്കിലും അതുപോലെ ബാച്ചിലേഴ്സ് ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത റൂമൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെർ ഡേ 1500 രൂപയെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 2 ദിവസത്തിന് 1500 വെച്ച് നോക്കുമ്പോൾ 2 ദിവസത്തിന് നമുക്ക് 3000 രൂപയാണ് കേട്ടോ ഹോട്ടൽ റൂമിനായിട്ടുള്ള ചിലവ് വരുന്നത്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് 3 ദിവസമാണ് നമ്മൾ മണാലിയിലുള്ളത്. അതിൽ നമ്മൾ ഒരു ദിവസത്തെ സൈറ്റ് സീന് ലോക്കൽ സൈറ്റ് സീൻ ആയിരിക്കും. അതിന് നമ്മളൊരു 1000 രൂപ ടാക്സി ചാർജ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തെ ദിവസം നമ്മൾ സ്നോയുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകുന്നതായിരിക്കും. ആ സ്നോയുള്ള സ്ഥലങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2000 രൂപയാണ് നമുക്ക് ടാക്സി ചാർജ് ആയിട്ട് വരും കേട്ടോ. മൂന്നാമത് നമ്മൾ പോകുന്നത് നമുക്ക് പാരാഗ്ലൈഡിംഗ്, റിവർ റാഫ്റ്റിംഗ് മുതലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സി ചാർജ് വരുന്നത് 2000 രൂപയാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ നമുക്ക് വാരിയബിൾ കോസ്റ്റ് വരുന്നത് ഒരാൾക്ക് 8500 രൂപയാണ് കേട്ടോ. ഈ 8500 നമുക്ക് ആളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് കുറക്കാൻ പറ്റും. ഒരു 3 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 8500 ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് കൊടുക്കേണ്ടത് 4250 രൂപയാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ 3 പേരാണെന്നുണ്ടെങ്കിൽ ഈ 8500 നിങ്ങൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 2833 രൂപ. ഇതാണ് നമുക്ക് വാരിയബിൾ കോസ്റ്റ് ആയിട്ട് ഒരാൾക്ക് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് കേരളത്തിൽ നിന്ന് മണാലി പോയിട്ട് തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന ഈ 3 കോസ്റ്റിനും കൂടി നമുക്ക് ആഡപ്പ് ചെയ്ത് നോക്കാം. 2 പേരാകുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കോസ്റ്റ് വരും എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള കേരളത്തിൽ നിന്ന് ഡൽഹിക്കും ഡൽഹിയിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്കുള്ള ടോട്ടൽ കോസ്റ്റ് ആയിട്ടുള്ള 3900 രൂപയും നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ട് ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ടുള്ള 5000 രൂപയും 8500 നമ്മൾ 2 പേർക്ക് വേണ്ടി ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള 4250 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 13150 രൂപയാണ് കേട്ടോ. ഇനി നിങ്ങൾ 3 പേരാണെന്നുണ്ടെങ്കിൽ ഇതേ കോസ്റ്റിൽ നമ്മൾ വാരിയബിൾ കോസ്റ്റ് ആയിട്ടുള്ള 8500 നമ്മൾ ഡിവൈഡ് ബൈ 3 ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2833 രൂപയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് പറയുന്നത് നിങ്ങൾ 3 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നമുക്ക് കോസ്റ്റ് വരുന്നത് 11735 രൂപയാണ് കേട്ടോ നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ നിന്ന് ഒരാൾ മണാലി വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മിനിമം ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു ബഡ്ജറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ അവിടെ എത്തിയാൽ മാത്രം പോരില്ല, അവിടെ പോയിട്ട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിവർ റാഫ്റ്റിംഗ്, പാരാഗ്ലൈഡിംഗ് മുതലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ പെർ ഹെഡ് നിങ്ങൾ 500 രൂപ വെച്ചിട്ടും, ഇനി പാരാഗ്ലൈഡിംഗ് ആണെന്നുണ്ടെങ്കിൽ 2500 വെച്ചിട്ടും, ഇനി സ്കീ അതുപോലെ തന്നെ നമ്മൾ കേബിൾ കാർ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1000 രൂപ അഡീഷണൽ ആയിട്ട് അങ്ങനെയും വരും. അങ്ങനെ നോക്കുമ്പോൾ ഒരു 4000 രൂപ വേറെയും വരും. അതായത് ഈ 13100 വീണ്ടും നിങ്ങൾ 4000 ആഡ് ചെയ്യണം ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മണാലിയിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കോസ്റ്റ് എത്ര കിട്ടുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ഒരു കോസ്റ്റിനെ നിങ്ങൾക്ക് ഒരു 30-35% വരെ കുറക്കാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു.